വെൽക്കം ബാക്ക്. ഹോബി സർക്യൂട്ടിൻ്റെ മറ്റൊരു വീഡിയോ ആണ്. UM66 മ്യൂസിക് സർക്യൂട്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ പ്രോജക്റ്റാണ്, പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് വളരെ മനോഹരവും ഗംഭീരമാണ്. നമ്മളൊരു ബട്ടൺ അമർത്തുമ്പോൾ നല്ലൊരു മ്യൂസിക് ഇങ്ങനെ വരും. ചെയ്യാൻ വലിയൊരു എഫേർട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. നമുക്ക് ഈ സർക്യൂട്ടിനകത്ത് ഉപയോഗിക്കുന്നത് ഒന്ന് IC UM66, ഇനി ഒന്ന് ട്രാൻസിസ്റ്റർ BC547. IC ചിപ്പ് നോക്കാം. ഇതിനകത്ത് 3 പിന്നേ ഉള്ളൂ, പക്ഷേ ഉണ്ടാക്കിയിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ മോഡലാണ്. ഓക്കെ, ട്രാൻസിസ്റ്ററും ഒരേപോലെ IC ചിപ്പും ഒരേപോലെ. അപ്പോൾ ഇത് ടോട്ടലി ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു IC ചിപ്പാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ UM66 IC പിൻ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. കുറേ ഡയഗ്രാംസ് വരും. ഓക്കെ, അതിനകത്ത് പിൻ നമ്പർ 1, 2, 3 എന്നിട്ടുണ്ടാവും. അടുത്ത ഇമേജിൽ പിൻ നമ്പർ 3, 2, 1 എന്നിട്ടുണ്ടാവും. ചിലർ പറയുന്നത് ആദ്യത്തെ പിന്നല്ല, മൂന്നാമത്തെ പിന്നാണ് എന്നൊക്കെയാണ് പറയുന്നത്. 3, 2, 1. ഭാഗ്യത്തിന് 3 പിന്നായതുകൊണ്ട് അവിടെ നിന്ന് കൗണ്ട് ചെയ്താലും ഇവിടെ നിന്ന് കൗണ്ട് ചെയ്താലും 2 മാത്രം സെൻറ്ററിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ 3 പിൻ ഔട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പിന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് കുറേ പേർക്കൊക്കെ ഇതിൻ്റെ അല്ലാതെ തന്നെ നോക്കാതെ തന്നെ പറയാൻ പറ്റും. 2 പവർ സപ്ലൈക്കും 1 ഔട്ട്പുട്ടിനും ആയിരിക്കും. ഓക്കെ, ഔട്ട്പുട്ട് മ്യൂസിക് നോട്ട്സ് ആണ്. അതിൽ ഡയറക്റ്റ് സ്പീക്കർ കൊടുത്താൽ പോലും മ്യൂസിക് കേൾക്കാൻ പറ്റും, പക്ഷേ ശബ്ദം കുറവായിരിക്കും. കുറച്ചൊരു ഉച്ചത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചത്. ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒന്നും നമ്മളിപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. അത് എങ്ങനെയാണോ സർക്യൂട്ടിൽ തന്നിട്ടുള്ളത് അങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ, IC ചിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പിന്നിൽ ഗ്രൗണ്ടാണ്, രണ്ടാമത്തെ പിന്നിൽ 3 വോൾട്ട് പവർ കൊടുക്കണം. ഓൺ ആയി കഴിഞ്ഞാൽ ഉടനെ മ്യൂസിക്സ് നോട്ട്സ് വരും. അതിന് ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ സ്പീക്കറിൽ കൊടുക്കുന്നു. പവർ സപ്ലൈക്ക് നമ്മൾ സാധാരണ പോലെ ഒരു ബാറ്ററിയും കൊടുക്കുന്നു. ഓക്കെ, സർക്യൂട്ടിലേക്ക് പോകാം. നമുക്ക് UM66ൻ്റെ സർക്യൂട്ട് ഉണ്ടാക്കി നോക്കാം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഒരു ഫുൾ വലിയ ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ്. ഞാനിതിനെ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെറ്റലിൻ്റെ ഒരു ഗ്ലേസിങ് കിട്ടിയിട്ടുണ്ടല്ലേ. നമുക്കിത് വെച്ചിട്ട് ചെയ്യാം. നമ്മൾക്ക് ഒരു ജമ്പർ എടുത്ത് ആദ്യം തന്നെ ഒന്ന് കണക്ട് ചെയ്യാം. ഒരു വയറിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സോൾഡറിങ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾക്ക് ഈ റെസിസ്റ്ററും കൂടി സോൾഡറിങ് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ IC ചിപ്പാണ്. ഇത് ട്രാൻസിസ്റ്റർ. നമ്മൾ ട്രാൻസിസ്റ്റർ ഇപ്പുറത്ത് വയ്ക്കുകയാണെങ്കിൽ, ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ എമിറ്ററിൻ്റെ ലൈൻ ഇങ്ങനെ വരുന്നു. ഇനി ബേസിൻ്റെ നേരെ നമ്മൾക്ക് റെസിസ്റ്റർ കിട്ടണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലൈനിൽ കൊടുത്താൽ ബേസിൻ്റെ നേരെ റെസിസ്റ്റർ കിട്ടും. അപ്പോൾ റെസിസ്റ്റർ സോൾഡർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ കാണിച്ച പോയിന്റിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ വയ്ക്കാം. ഓക്കെ, എമിറ്ററാണ് നമ്മളുടെ ജമ്പറിൻ്റെ നേരെ വരുന്നത്. നമുക്ക് 3 പിന്നും ഭംഗിയായിട്ട് സോൾഡറിങ് ചെയ്യാം. ഇനി 2 കണക്ഷൻ, ഒന്ന് ഈ ജമ്പറുമായിട്ടുള്ള എമിറ്ററിൻ്റെ കണക്ഷൻ, അത് ഞാൻ സോൾഡറിങ് ചെയ്തു. അത് ഷോർട്ട് ആവുന്ന പോലെ സോൾഡറിങ് ചെയ്തു. ഇനി ബേസിൻ്റെ പിന്ന് ഞാനിതിലേക്ക് ഒട്ടിച്ച് വയ്ക്കുകയാണ്. ഇതും സോൾഡറിങ് ചെയ്തു. ഇനി ഇവിടെ ഒരു ലെഗ് ഇത് കട്ട് ചെയ്യാം. ഇതിൻ്റെ എക്സ്ട്രാ ലെങ്ത്ത് കട്ട് ചെയ്യാം. ഈ റെസിസ്റ്ററിൻ്റെ ഒരു ലെഗ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നമുക്ക് IC ചിപ്പ് കൂടി വയ്ക്കാം. IC ചിപ്പിൻ്റെ ഒരു പിന്ന് നമ്മളുടെ ആദ്യം വെച്ച ജമ്പറിൻ്റെ നേരെ വരുന്നത് പോലെ വെച്ചിട്ടുണ്ട്. അത് 1ാമത്തെ പിന്ന് എന്ന് വെച്ചാൽ അതിൽ പവർ സപ്ലൈൻ്റെ മൈനസാണ് കിട്ടേണ്ടത്. അതേപോലെ നമ്മളുടെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലും മൈനസാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യാനാണ് ആ ജമ്പർ വെച്ചിട്ടുള്ളത്. നമുക്കിത് സോൾഡറിങ് ചെയ്യാം.
ഓക്കെ, 3 പിന്നും സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ ഇത് 2 എണ്ണം നമ്മൾക്ക് ഷോർട്ട് ചെയ്യാനുള്ളതാണ്. എക്സ്ട്രാ ലെങ്ത് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ പറഞ്ഞ റെസിസ്റ്ററിൻ്റെ ഒരു ലെങ്ത്തുള്ള ലെഗ്, അത് ആക്ച്വലി നമ്മളുടെ IC ചിപ്പിൻ്റെ മൂന്നാമത് കാണുന്ന പിന്നുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അവിടം വരെ എത്തില്ല. അപ്പോൾ നമ്മൾക്ക് ചുമ്മാ ഇതിങ്ങനെ ചെരിച്ച് വെച്ചിട്ട് സോൾഡറിങ് ചെയ്യാം. എന്നിട്ട് അത് കണക്റ്റ് ചെയ്യാൻ വേറെ ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി വേറൊരു പിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മൾക്ക് IC ചിപ്പിൻ്റെ ഈ പിന്നുമായിട്ട് കോണ്ടാക്റ്റ് ആവണം. നമ്മൾക്കതിനെ സോൾഡറിങ് ചെയ്യാം. ഓക്കെ, അത് കണക്ഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ നമ്മൾ IC ചിപ്പിൻ്റെ ഈ പിന്നുമായിട്ട് ജമ്പർ ലൈനിൽ കണക്ട് ചെയ്തു. ബേസിലേക്ക് റെസിസ്റ്റർ, അത് മാത്രമേ ഉള്ളൂ. കളക്ടർ ആക്ച്വലി സ്പീക്കറാണ് അവിടെ കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് സ്പീക്കറിൻ്റെ വയർ ഇപ്പോൾ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. സ്പീക്കറിൻ്റെ ഒരു എൻഡാണ് നമ്മൾ സോൾഡറിങ് ചെയ്യുന്നത്. ആക്ച്വലി സ്പീക്കറിൻ്റെ 2 എൻഡിൽ പ്ലസ് മൈനസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്പീക്കറിന് പ്ലസ് മൈനസ് ഒന്നും ഇല്ല, പൊളാരിറ്റി ഇല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു എൻഡ് നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. രണ്ടാമത്തെ എൻഡ് നമ്മൾക്ക് പവർ സപ്ലൈൻ്റെ പ്ലസ്സിലാണ് വരേണ്ടത്. നമ്മുടെ സർക്യൂട്ടിലെ പവർ സപ്ലൈൻ്റെ പ്ലസ് പിന്നെ വരുന്നത് IC ചിപ്പിൻ്റെ പിൻ നമ്പർ 2 മാത്രമാണ്. ഓക്കെ, അപ്പോൾ IC ചിപ്പിൻ്റെ പിൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇവിടെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ലൈൻ കണക്ട് ചെയ്യാം. ഇത് ആക്ച്വലി IC ചിപ്പിൻ്റെ പ്ലസ് വരുന്ന ലൈനാണ്. ഇതിനെ കുറച്ച് ലെങ്ത്ത് വെച്ചിട്ട് നമ്മൾക്കിവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഇതൊരു ലോങ് കണക്ഷൻ പോലെ നമുക്ക് സോൾഡറിങ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മൾക്ക് സ്പീക്കർ കണക്ട് ചെയ്യാം. വയർ നമ്മൾക്ക് കൂടുതൽ നേരം പിടിച്ചു കഴിഞ്ഞാൽ ചൂടാവും. അപ്പോൾ നമ്മൾക്ക് വയറിൻ്റെ സോൾഡറിങ് പെട്ടെന്ന് തീർക്കണം. ഒരു ചൂടാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കാം, എന്നിട്ട് വീണ്ടും സോൾഡറിങ് ചെയ്യാം. ഓക്കെ, വയർ സോൾഡറിങ് ആയിട്ടുണ്ട്. ഇനി ആക്ച്വലി നമ്മളുടെ IC ചിപ്പിൻ്റെ ഫസ്റ്റ് കാണുന്ന പിന്നിൽ ആക്ച്വലി പവറിൻ്റെ മൈനസ് ആണ് വരേണ്ടത് എന്ന് പറഞ്ഞു. നമ്മൾക്ക് ആ ലൈനും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒന്ന് ചെരിച്ചിട്ട് ഒന്ന് പുറത്തേക്ക്, മീൻസ് അടുത്ത പിന്നിന് പാരലായിട്ടല്ലാതെ കുറച്ച് ദൂരേക്കായിട്ട് സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആക്ച്വലി പവർ സപ്ലൈൻ്റെ മൈനസാണ് അവിടെ വരേണ്ടത്. നമുക്ക് വേണമെങ്കിൽ പവർ സപ്ലൈൻ്റെ മൈനസ് അവിടെ ഇപ്പോൾ തന്നെ കൊടുക്കാം. ഒന്നൊരു ക്രോസ് ചെക്ക് ചെയ്യാം. പവർ സപ്ലൈൻ്റെ മൈനസ് വന്നത് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ IC ചിപ്പിൻ്റെ ഫസ്റ്റ് കാണുന്ന പിന്ന്. ഓക്കെ, മൈനസിന് അത്രേ കണക്ഷനുള്ളൂ. നെക്സ്റ്റ് സ്പീക്കർ കൊടുത്തത് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ, പിന്നെ പവർ സപ്ലൈൻ്റെ പ്ലസ് വരുന്ന ലൈനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 1 ഓക്കെയാണ്, 2 ഓക്കെയാണ്, 3 ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി പവർ സപ്ലൈ കൊടുക്കാം. പക്ഷേ അതിനു മുമ്പ് നമ്മൾക്ക് ഈ സ്വിച്ച് കൂടി യൂസ് ചെയ്യാം. അപ്പോൾ സ്വിച്ച് നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, അതേസമയം ഈ പ്ലസിൻ്റെ ലൈനിലേക്കാണ് നമ്മൾക്ക് 1 സൈഡ് വരേണ്ടത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കൺവീനിയൻ്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സ്വിച്ച് ഇവിടെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് നമുക്ക് സോൾഡറിങ് ചെയ്തെടുക്കാം. ഇത് ആക്ച്വലി ഒരു പിന്ന് സോൾഡറിങ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഹോൾഡ് ആവും, പക്ഷേ അല്ലെങ്കിൽ ഇത് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിതിൻ്റെ പിന്നുകളൊന്ന് വളച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഈസി ആയിട്ട് ഹോൾഡായി. ഇത് ലൈനിൽ കണക്റ്റ് ആവേണ്ടതാണ്. ലൈനിൽ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന ലെങ്ത്തിനെ കട്ട് ചെയ്യാം.
ഇനി പവർ സപ്ലൈൻ്റെ പ്ലസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, പവർ സപ്ലൈൻ്റെ പ്ലസ് നമുക്ക് ഇവിടെ സോൾഡറിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഈ കണക്ഷൻസ് വരുന്നത് ഒന്ന് ഐ സി ചിപ്പിൻ്റെ സെൻറ്ററിൽ കാണുന്ന പിന്നിലേക്ക്, പിന്നെ ഒന്ന് സ്പീക്കറിൻ്റെ ഒരു ടെർമിനലിലേക്ക്. അപ്പോൾ പ്ലസിൻ്റെ കണക്ഷൻ ഇതിൽ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ബട്ടൺ ഒന്ന് അമർത്തി നോക്കാം. ഓക്കെ, ഇതിൻ്റെ പിക്ചർ അതേപോലെ സർക്യൂട്ട് ഡയഗ്രാം ഇതെല്ലാം നമ്മളുടെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സർക്യൂട്ട് ഡയഗ്രാം അസംബിൾ ചെയ്തിട്ട് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ചെറിയ സർക്യൂട്ടാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. ഈ സർക്യൂട്ടിനകത്ത് ഈ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിച്ച കോമ്പോണൻസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് താഴെ ഇടാം. ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ റിലീസിങ് കറക്റ്റായിട്ട് അറിയാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.